പ്രീ വെഡ്ഡിംഗ് ഷൂട്ടൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിഞ്ഞ ഇപ്പോഴാണ്. ഹായ് ഹലോ ഗായ്സ്, മൈസെൽഫ് അമൽ ആൻഡ് ദിസ് ഈസ് മൈ പാർട്ട്ണർ ഗാഥ. ഞങ്ങളുടെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിന് വേണ്ടി എറണാകുളത്താണുള്ളത്. രണ്ടുപേർക്കും അത്ര വലിയ കൺസെപ്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോഗ്രാഫർ ചേട്ടന് വളരെ എളുപ്പമായി കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. എങ്ങനെ വേണം, എന്ത് തീം വേണം എന്നൊന്നും ഒരു ധാരണയില്ലാതെയാണ് ഫോട്ടോഷൂട്ടിന് പോയത്. ആ ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സ് തന്നെ എടുത്തത് തലേ ദിവസമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. അതിരാവിലെ ഫോർട്ട് കൊച്ചി അടിപൊളിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും മോർണിംഗ് ഫോർട്ട് കൊച്ചിയിലെത്തുന്നു. ഇത്രയും മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു 7-7 മണിക്ക് ഞങ്ങൾ അവിടെ എത്തി. ആക്ച്വലി ഇതിനെക്കാട്ടി ഒരു 6:30 ടൈമിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങൾ വെഡ്ഡിംഗ് ഷൂട്ടിന് വേണ്ടിയിട്ട് ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ, വീഡിയോഗ്രാഫി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രൈപോഡിൽ ഫോൺ വെച്ചാണ് വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ ഫോട്ടോഷൂട്ടിന് വരുന്നവരുടെ അടുത്ത് ഏർലി മോർണിംഗ് വരിക, പിന്നെ വീക്കെൻഡ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വർക്കിംഗ് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് നമുക്ക് ടൈം എടുത്ത് തന്നെ ഫ്രെയിമൊക്കെ നോക്കി നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോസ് ആണെങ്കിലും പറ്റും. ഇതങ്ങനെ ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ വീഡിയോ എടുത്തെടുത്ത് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രകാശ് ചേട്ടൻ, ഫോട്ടോഗ്രാഫർ ചേട്ടൻ നേരത്തെ ഓടി അങ്ങ് പോയി അടുത്ത ഫ്രെയിമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ മേക്കപ്പ് കാര്യങ്ങൾ ഒന്ന് ടച്ചപ്പൊക്കെ സെൽഫി ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്തു. പിന്നെ ഇത്ര ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി. ഭയങ്കര പീസ് മൈൻഡായിരുന്നു. നമുക്ക് ടൈം എടുത്ത് തന്നെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഗാഥയുടെ ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ഏകദേശം ഒരു 3000 റുപ്പീസാണ് ഈ ഒരു ഡ്രസ്സിനായത്. ഭയങ്കര കംഫർട്ട് വെയർ ആണെന്നാണ് ഗാഥ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രസ്സ് എടുത്തതും വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ്. ഇത് ഷർട്ട് ഭയങ്കര, ഞാൻ ട്രയൽ ചെയ്ത സാധനം എനിക്ക് ഭയങ്കര ലൂസായിരുന്നു. പിന്നെ ഞാനത് എൻ്റെ സ്മോൾ വേർഷനാണ് എടുത്തത്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ സെയിം സാധനം ഓർഡർ ചെയ്ത് ഫാസ്റ്റ് ഷിപ്പിങ്ങിൽ സാധനം കിട്ടി. എൻ്റെ ഷർട്ടും പാൻസും കൂടി ഒരു 3000 റുപ്പീസാണ്. അത് ഭയങ്കര കംഫർട്ട് വിയർ ആണ്. ഏകദേശം ഒരു മാച്ചിങ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ പറഞ്ഞ് ഈ ഒറ്റ ഡ്രസ്സിലൊന്നും പറ്റത്തില്ല. ഈ സെക്കൻഡ് ഡ്രസ്സിനെ കുറിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളാകെ ഒറ്റ ടീമിൽ ഫോട്ടോ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇത് പറ്റില്ല, വേറെ എന്തെങ്കിലും വേണോ എന്നുള്ള രീതി. അപ്പം ഗാഥയുടെ പഴയ ഒരു സാരി കൊടുത്തു, ഞാനൊരു ഷർട്ട് വാങ്ങി, മുണ്ടെടുത്തു. അടുത്തുള്ള ഒരു സ്പോട്ടിൽ പോയി പ്രകാശ് ചേട്ടൻ തന്നെ നമുക്ക് പോസ് കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്ന് സ്പോട്ട് കൊണ്ടുപോയി. ആ സ്പോട്ടാണ് ഭയങ്കര തലേദിവസം മഴ പെയ്തിട്ടാണ് എൻ്റെ ചെരുപ്പ് ഫുള്ള് ചെളിയാണ്. മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റാത്ത സ്പോട്ടാണ്. പക്ഷേ ഫോട്ടോസ് എല്ലാം വന്നപ്പോഴേ സീനറി ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫസ്റ്റ് കോസ്റ്റ്യൂമിനെക്കാട്ടി സെക്കൻഡ് കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. ഞങ്ങളുടെ 2 തീമിലുള്ള ഫോട്ടോഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കറങ്ങിയില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ആ ഒരു വിഷമ റൂമിൽ നിന്ന് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു കറങ്ങി അങ്ങ് തീർത്തു. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്.